ഒരു 10-20 വർഷം പുറകോട്ട് പോയതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു നൊസ്റ്റാൾജിയ തന്നെയല്ലേ. ഞങ്ങളെ 90s-ൻ്റെ അഹങ്കാരമാണ്. ഇന്നിപ്പോൾ കടകളിൽ ഇഷ്ടംപോലെ നക്ഷത്രങ്ങൾ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഓടയും വർണ്ണക്കടലാസൊക്കെ ഒട്ടിച്ച് കിട്ടുന്ന ഫീലിങ്സ് വേറൊന്ന് തന്നെയാണ്. എല്ലാവരും കൂടെ ഇരുന്ന് കൊച്ചു വർത്തമാനമെല്ലാം പറഞ്ഞ് കുറച്ച് മെനക്കെട്ടുണ്ടാക്കുന്നതാണ് ഈ നക്ഷത്രം. നമ്മുടെ വീട്ടിലെ ഇത് ഒരു ഡിസംബർ സീസൺ ആകുമ്പോൾ ഒരു ചടങ്ങ് തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. പണ്ടിതിന് ലൈറ്റൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഉള്ളിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച കാലവും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ശരിക്കും ഒരു കൗതുകമായ ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പം നക്ഷത്രം ഉണ്ടാക്കാൻ കുട്ടികളെയും കൂട്ടുപിടിച്ചാണ് ഇന്നത്തെ നക്ഷത്രം ഉണ്ടാക്കൽ. കുട്ടികളെന്നൊന്നും പറയാനില്ല, ശരിക്കും ഒരു കുട്ടിയേ ഉള്ളൂ. കാരണം ഇവക്ക് ഇതെല്ലാം ഒരു കൗതുകമുള്ള കാര്യമാണ്. അപ്പം ഇതിങ്ങനെ സ്റ്റാറിൻ്റെ ഷേപ്പിൽ വെക്കുന്നതും ഇതെല്ലാം നോക്കിയിരുന്ന് അവൾ തന്നെ ഒരുപാട് സന്തോഷം കൊണ്ടു. നമ്മൾ ശരിക്കും പഴമയിലേക്ക് പോകുമ്പോഴല്ലേ നമ്മളെ ഓർമ്മകളെ നമ്മളും തട്ടി ഉണർത്തുന്നത്. ഈ സ്റ്റാർ ഉണ്ടാക്കാൻ അധികം സമയവും അധികം സാധനങ്ങളൊന്നും വേണ്ട. അങ്ങനെ ക്ഷമയോടെ കുറച്ച് നേരം ഇരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം നന്നായി കെട്ടി ജോയിൻ്റാക്കി അതിൻ്റെ കെട്ടെല്ലാം പൊട്ടിച്ച് കുറച്ച് പണി തന്നെയാണ്. ഇതിന് പേപ്പർ ഒട്ടിക്കലാണ് അത്യാവശ്യം നല്ല പണിയെന്ന് എനിക്ക് തോന്നി. പേപ്പർ ഒട്ടിച്ചതൊന്നും വലിയ ക്ലിയർ ആയില്ല, കാരണം നമ്മളെ വർണ്ണക്കടലാസ് കിട്ടാനില്ല. എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർ ഉണ്ടാക്കി കയ്യിൽ കൊടുത്തപ്പോൾ നമ്മളെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കി.